എമർജൻസി ടൈമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനാണ്. പക്ഷേ പലപ്പോഴും ജെന്യൂൻ ആയിട്ടുള്ള റീസൺസ് ഉണ്ടായിട്ടും നിങ്ങളുടെ ക്ലെയിമിനെ ഇൻഷുറൻസ് കമ്പനി റിജക്ട് ചെയ്തിട്ടുണ്ടോ? ഇത്തരം സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൺസ്യൂമർ കോടതികളാണ്. ഇതിനൊരു സൊല്യൂഷൻ കൺസ്യൂമർ കോടതിയെ സമീപിക്കുന്നത് മാത്രമല്ല, പലർക്കും അറിയാത്ത മറ്റൊരു സൊല്യൂഷൻ കൂടിയുണ്ട്. അതാണ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ജൂറിസ്ഡിക്ഷനിലുള്ള ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ മെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. 30 ലക്ഷത്തിനും താഴെയുള്ള ക്ലെയിമുകളാണ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങൾക്ക് ക്ലെയിം തിരിച്ചു കിട്ടുന്നതാണ്. നിങ്ങൾ സമീപിക്കുന്നത് കൺസ്യൂമർ കോടതിയെ ആയാലും അല്ലെങ്കിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ ആയാലും നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയെ നിങ്ങളുടെ ക്ലെയിം റിജക്ട് ചെയ്യുന്നതിൽ വ്യക്തമായ റീസൺ രേഖാമൂലം നിങ്ങൾ വാങ്ങിയിരിക്കേണ്ടതാണ്. ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചതിൻ്റെയും അവർ തന്ന ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് തന്ന മറുപടിയുടെയും നിങ്ങൾക്ക് ചെലവായ തുകയുടെയും അതിൻ്റെ എല്ലാം എവിഡൻസ്, എല്ലാ തെളിവുകളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലെയിം കിട്ടൂ. പിന്നെ നിങ്ങളുടെ പോളിസിയെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. അതിൻ്റെ റിന്യൂവൽ ഡേറ്റ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി അതെല്ലാം ക്ലിയർ ആയ ജെന്യൂൻ റീസൺ ആണെങ്കിൽ എന്തായാലും ഓംബുഡ്സ്മാനിൽ തന്നെ, ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ തന്നെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാം. കൺസ്യൂമർ കോടതിയിലേക്ക് പോകുമ്പോൾ എക്സ്പെൻസോ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നിങ്ങളുടെ പ്രശ്നവും അവിടെ തീർക്കാവുന്നതാണ്. ഇനി ഇതല്ല, ഈ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനുമായി നിങ്ങളുടെ കാര്യങ്ങൾ ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസ്യൂമർ കോടതിയെ സമീപിക്കാവുന്നതാണ്.